ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൽ ഫ്ലവറിങ് വന്നു തുടങ്ങി. കാണാൻ ഭയങ്കര മനോഹരമാണ്. ഇതുപോലെ നിങ്ങൾക്കും ഫ്ലവറിങ് വരാനുള്ളൊരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായി ഇതിൻ്റെ കെയറിങ്ങിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാം. ഇതിന് വെള്ളം കുറവാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഷാഡുള്ള പ്ലേസിൽ തൈ വെക്കണം. പിന്നെ ഇതിൻ്റെ ഫ്ലവർ 2-3 മാസം വരെ ചെടിയിൽ ഇങ്ങനെ തന്നെ നിൽക്കും. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലവറിൻ്റെ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കരുത്, ഫ്ലവർ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഇതിന് ഫ്ലവറിങ് വരാനുള്ളൊരു ബൂസ്റ്റർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഫെർട്ടിലൈസർ. അത് ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ബൊഗൻവില്ലയാണ്. അപ്പോൾ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ബൊഗൻവില്ലയാണ്. പണ്ടൊക്കെ നമ്മളിതിനെ പറയാറ് കടലാസ പൂവ് എന്നാണ്. വളരെ മനോഹരമായൊരു ഫ്ലവറാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഫ്ലവറിങ് സീസണ് സെപ്റ്റംബർ മുതൽ ഏപ്രിൽ മെയ് വരെ ഉണ്ടാവും. 5-6 മാസം വരെ ഫ്ലവറിങ് തരുന്നൊരു പ്ലാന്റാണ്. ഫുൾ ബുഷിയായി ഫ്ലവറിങ് കിട്ടുന്നൊരു പ്ലാന്റാണ്. കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതിന് 8 മണിക്കൂർ വെയിൽ ആവശ്യമാണ്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് ചെടി മാറ്റി വെക്കണം, എങ്കിലേ ഇങ്ങനെ ഫ്ലവറിങ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ കെയറിങ് എന്ന് വെച്ചാൽ ഇതിന് വെള്ളം കുറവാണ്. ദിവസം ഒഴിക്കണം, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യരുത്, ചട്ടിയുടെ അടിഭാഗത്തേക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇലകളിലേക്ക് സ്പ്രേ ചെയ്താൽ ഫ്ലവറിങ് കുറയും, ഇലകൾ വന്ന് നിറയും. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്തിങ് എന്ന് വെച്ചാൽ ഇതിന് ഫ്ലവറിങ് ബൂസ്റ്റർ ഉണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതാണ്. അല്ലാതെ നമുക്കിതിന് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും വളമായിട്ടിട്ട് കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രീൻ കെയറിൻ്റെ പ്രൊഡക്റ്റ് ഫെർട്ടിലൈസർ. ഇതിൻ്റെ റേഷ്യോ എന്ന് വെച്ചാൽ 13-27-27. അപ്പോൾ ഇത് ബെസ്റ്റ് ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 125 രൂപയാണ്. ഇത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ഇതാണ് സാധനം. ഇതിൻ്റെ ഉള്ളിൽ യെല്ലോ കളറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ലിറ്ററിൻ്റെ ബോട്ടിലേക്ക് 2 ഗ്രാം എന്നതിലാണ്. 1 ലിറ്ററിലേക്ക് 1 ഗ്രാം ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് 2 ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലാണ്. അതിലേക്ക് ഞാൻ 2 ഗ്രാം ഇടുകയാണ്. അതിനുശേഷം സ്പ്രേ ബോട്ടിലേക്ക് വെള്ളമൊഴിച്ച് ഫില്ല് ചെയ്യുക. ശേഷം ബോട്ടിലാക്കി ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.